സ്വാഗതം ഔട്ട് ഫോക്കസിലേക്ക്. PV അൻവർ ഒടുവിൽ കീഴടങ്ങിയോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. PV അൻവർ തൊടുത്തുവിട്ട ആയുധം സർക്കാരിനെയും CPM-നെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ADGP MR അജിത്കുമാറിന്റെ തൊപ്പി തെറിക്കുമോ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ സ്ഥാനം നഷ്ടമാകുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷെ ഒടുവിൽ വളരെ കൂളായി മുഖ്യമന്ത്രി PV അൻവറിനെ നിശബ്ദനാക്കിയിരിക്കുകയാണ്. അൻവറിന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രിയും അൻവറിന്റെ ആരോപണങ്ങൾ, നിലപാടുകൾ അത് പാർട്ടിയുടെ ശത്രുക്കൾ ആയുധമാക്കുന്നു എന്ന് CPM-ഉം പറഞ്ഞതോടുകൂടി തൽക്കാലം പിന്തിരിഞ്ഞിരിക്കുകയാണ് അൻവർ. തൽക്കാലത്തേക്ക് പരസ്യ പ്രസ്താവനകൾ, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ല എന്നാണ് PV അൻവറും പരസ്യമായി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ PV അൻവർ ആണെങ്കിൽ ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ പിണറായിയോടൊപ്പമുള്ളതായിരുന്നു ഇതുവരെ, അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ADGP MR അജിത്കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. അപ്പോൾ എന്താകും ഇനി അൻവറിന്റെ നീക്കങ്ങൾ? ഇതോടുകൂടി കളം വിടാനായിരിക്കുമോ അൻവർ തീരുമാനിച്ചത് എന്ന് നമുക്ക് നോക്കാം. അജിംസിന് എന്ത് തോന്നുന്നു? മുഖ്യമന്ത്രി ഒന്ന് പേടിപ്പിച്ചതോടുകൂടി അൻവർ ഒളിച്ച് ഗുഹയിലിരിക്കാൻ സാധ്യതയുണ്ടോ, അതോ ഇനി വലിയൊരു ബോംബുമായി തിരിച്ചു വരുമോ? ഈ കഴിഞ്ഞ 3 ദിവസത്തെ സംഭവവികാസങ്ങൾ നമ്മൾ ഒരു ക്ലോസ് ആയിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗസ് ചെയ്ത, ഊഹിച്ച ചില കാര്യങ്ങളിൽ വ്യക്തത വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരു 18-19 ദിവസം കടന്നു വരുന്നു. ഈ ആരോപണങ്ങളൊക്കെ PV അൻവർ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ CPM-ൻ്റെ പ്രതിനിധികളാരും വരുന്നുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പോഷക സംഘടനകളിൽ ആരെങ്കിലുമോ ഈ അൻവർ പറയുന്നത് ശരിയല്ല, P ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്, ഞങ്ങൾക്കറിയാം, അദ്ദേഹം ഞങ്ങളുടെ സഖാവാണ്, അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അൻവർ കുറേ കൂടി മര്യാദ പാലിക്കണമെന്ന് ഒരു CPM-കാരനും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. 18 ദിവസം അൻവർ ഇങ്ങനെ ദിവസവും വാർത്താസമ്മേളനം നടത്തുന്നു. MR അജിത്കുമാറിനെതിരെയും P ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഡയറക്റ്റ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, പരാതികൾ പറയുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നു, CPM സംസ്ഥാന സെക്രട്ടറി കണ്ട് പരാതി നൽകുന്നു, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നു. ഒരാളും സംസാരിച്ചിട്ടില്ല. പാർട്ടിയിൽ P ശശിയെയോ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ സംരക്ഷിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരാളും സംസാരിച്ചിട്ടില്ല. ആദ്യമായി സംസാരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ നടപടി ഒന്നും ഉണ്ടാവില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നോക്കാം. തൃശ്ശൂർ പൂരം കലക്കിയെ സംബന്ധിച്ച് ഏപ്രിൽ 21 അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച അന്വേഷണം നടക്കുന്നില്ല, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സർക്കാരിനെതിരായി കൊടുത്ത മറുപടിയാണ്. ഒരു വിവരാവകാശ രേഖയ്ക്ക് കൊടുത്ത മറുപടി അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തരണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ലഭിക്കാത്തപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും ഇങ്ങനെ മറുപടി കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു പോകാറാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ അതുവരെ സമർപ്പിക്കാത്ത റിപ്പോർട്ട് 500 പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ പറയുന്നു അങ്കിത് അശോക് എന്ന് പറയുന്ന ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിൻ്റെ കാരണക്കാരൻ, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റി, തെരഞ്ഞെടുപ്പ് കാരണം നമുക്ക് സ്ഥലം മാറ്റാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ലായിരുന്നു കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ഇതാണ് ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, PV അൻവർ MLA ഉന്നയിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും പരിശോധിക്കില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കില്ല. ഏത്? PV അൻവർ MLA തന്നെ എഴുതി തയ്യാറാക്കി നൽകിയ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൈവശം ഇരിക്കുകയും ഇന്നലെ പുറത്തു വന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആ പരാതി പരിഗണനയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അതിന് മുമ്പ്, ആ പ്രസ്താവന വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറയുന്നത് ആര് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്, ആരെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ ഒരു പരിശോധനയും ഉണ്ടാവില്ല. അതായത് P ശശിയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപവും മുഖ്യമന്ത്രി ഓൺ ചെയ്യുന്നില്ല, അത്തരം ആക്ഷേപങ്ങൾ തള്ളി പറയുന്നു. മറ്റൊരു കാര്യം, PV അൻവർ സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ, പോലീസ് പിടിക്കുമ്പോൾ അതിൽ സ്വർണ്ണക്കടത്തുകാർ അസ്വസ്ഥരാവുക സ്വാഭാവികം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുന്നു, അപ്പോൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ PV അൻവർ MLA ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? അത് ഞാൻ പറയില്ല, അതൊന്നും ഞാൻ പറയില്ല, അതിനർത്ഥം നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, നിങ്ങൾ പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ സംശയനിരലാക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രി ചെയ്ത ഉടനെ തൊട്ട് പിറ്റേ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. അദ്ദേഹം നൽകിയ PV അൻവർ MLA സർക്കാരിനും പാർട്ടിക്കും നൽകിയ പരാതികൾ പരിഗണനയിലേക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, ഇനി മാധ്യമങ്ങളോട് പ്രതികരിച്ച് പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധം നൽകരുത്, ഇതൊരു അഭ്യർത്ഥനയാണ് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇത് മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്?
PV അൻവർ MLA 18-19 ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ, നിരന്തരമായി ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അൻവർ MLA പറയുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, പരാതികൾ അത് വാലിഡിറ്റി ഉള്ളതാണ്, അതിൽ ജെന്വിൻ ആണ് ആ പരാതികളെന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ പാർട്ടി മിണ്ടാണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ പാർട്ടി പരാതി എഴുതി വാങ്ങിയത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ ഉൾപ്പെടെ ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടി പരാതി എഴുതി വാങ്ങാർത്ഥം എന്താണ്? അതൊരു വ്യാജ പരാതിയല്ല എന്നും അത് ഗൗരവ സ്വഭാവമുള്ളതാണെന്നും അന്വേഷിക്കണമെന്നും പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണ്. അതേസമയം മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഈ ആരോപണങ്ങൾ മുഴുവൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചില കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചില കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഒന്നും ഉണ്ടാവാതിരിക്കുകയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക, അതിന് 6 മാസത്തെ സമയപരിധി നൽകുക. അപ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്, അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഡീറ്റെയിൽഡ് എൻക്വയറി എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ഡീറ്റെയിൽഡ് എൻക്വയറി ആണ് ഉദ്ദേശിച്ചത്, അത് ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല, ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താണ്. ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യം വരാത്തതുകൊണ്ടാണ് ഈ പരാതിയിൽ DGP അന്വേഷണം നടത്തി, DGP മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് ഈ പറയുന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ആ ക്വിക്ക് വെരിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞു, DGPയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ എൻക്വയറിക്ക് 6 മാസമാണ് സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 മാസം എന്ന് പറഞ്ഞാൽ ദീർഘമായ സമയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെയും MR അജിത് കുമാറിനെതിരെ മറ്റന്വേഷണം ഉണ്ടാവില്ല. അല്ലാതെ ഉയർന്ന മറ്റു ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആളെ കൊല്ലിക്കുന്നയാളാണ് MR അജിത് കുമാർ. റിദാൻ ഫാസിലിൻ്റെ മരണം, മാമി തിരോധാനം, ഈ 2 കേസിലും MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം DGP തലത്തിൽ അന്വേഷിക്കുകയാണ്. മാമി തിരോധാനം വേറെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ഈ അന്വേഷണം നടക്കുന്നുണ്ട്, MR അജിത് കുമാർ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ടില്ല. അതിനർത്ഥം അദ്ദേഹത്തെയും സംരക്ഷിക്കാം. P. ശശി എങ്ങനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അതുപോലെ MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ PV അൻവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു വശത്ത് പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുന്നു, മറുവശത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളി പറയുന്നു. പാർട്ടിയോട് PV അൻവർ MLA ക്ഷമ ചോദിക്കുന്നു. എന്താണ് അദ്ദേഹം? പാർട്ടി പ്രവർത്തകർ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു LDF MLA സഞ്ചരിക്കാൻ പാടില്ലാത്ത, പാർട്ടി അനുഭാവി സഞ്ചരിക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അതിനർത്ഥം അദ്ദേഹം ചില റെക്കോർഡിങ്ങുകൾ പുറത്തുവിട്ടു. അദ്ദേഹം തന്നെ അതിൽ സോറി പറയുന്നതിന് മുമ്പ് മറ്റൊന്ന് തുറന്ന് പാർട്ടിയോട് പരാതി പറയുന്നതിന് പകരം പരസ്യമായി അതിനെ എതിർത്ത് തുറന്ന് സംസാരിച്ചു. അതിനൊക്കെ അദ്ദേഹം മാപ്പ് ചോദിച്ചു. ഇതിൽ നിന്ന് ഈ സംഭവവികാസങ്ങളുടെ ഒരു ടൈം ലൈനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഗ്രാൻഡ് ഡിസൈനാണ്. മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ സേഫ് സൈൻ ലാബ്ജിനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ഒരു ഗ്രാൻഡ് ഡിസൈനാണ്. അതായത് പാർട്ടി സമ്മേളനങ്ങളുടെ തുടക്കകാലത്താണ് അൻവർ ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങുന്നത്, ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഇനിയിപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഏരിയ സമ്മേളനങ്ങളിലേക്കും പോവുകയാണ്. അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. അപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ എന്താണ്? മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്യുന്നു. ആദ്യഘട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ റെസ്പോൺസ് എന്താണ്? അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു, ഈ വാദങ്ങളെ തള്ളിക്കളയുന്നു, P. ശശിയെയും MR അജിത് കുമാറിനെയും പരസ്യമായി സംരക്ഷിക്കുന്നു. ഇനി 2ാം ഘട്ടം എന്താകും എന്നുള്ളതാണ്. ആ 2ാം ഘട്ടത്തിനും 1ാം ഘട്ടത്തിനും കൂടെയുള്ള ഇടവേളയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിനർത്ഥം PV അൻവർ ഒതുങ്ങി എന്നല്ല. കാരണം PV അൻവർ സംസാരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത് തൽക്കാലം ഇത് അവസാനിപ്പിച്ചു എന്നാണ്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സ്ഥലത്തില്ല, ഇന്നോ നാളെയോ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് കരുതുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കിയെങ്കിലും ഈ പരാതി, P. ശശിക്കെതിരായിട്ടുള്ള പരാതി പാർട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ പരാതിയിൽ അന്വേഷിച്ച് ഉടൻ നടപടി സ്വീകരിക്കുന്നത് വെച്ചാൽ ഉണ്ടാവില്ല. ആ അന്വേഷണത്തിലും ഉടൻ നടപടികൾ ഉണ്ടാവില്ല. സർക്കാർ അന്വേഷിക്കുന്ന പോലീസ് അന്വേഷണത്തിലും വിജിലൻസ് അന്വേഷണത്തിലും ഉടൻ നടപടികളൊന്നും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം പവർഫുള്ളാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ് P. ശശി എന്നും MR അജിത് കുമാറെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമായി കഴിഞ്ഞാണ്. അവർക്കെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പിൻവലിക്കാം. പാർട്ടി അത് ചെയ്യില്ല. കാരണം പാർട്ടി അത് ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിലേക്ക് ഉണ്ടാവും. മാധ്യമങ്ങൾ അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അങ്ങനെ സർക്കാരിനെയോ പാർട്ടിയോ ഒരു പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ഒരു ബാഡ് ലൈറ്റിൽ നിർത്തുന്ന ഒരു നീക്കത്തിലേക്ക് പാർട്ടിയും പോവില്ല. അപ്പോൾ അൻവറിനെ ഒരു ശാസനാസ്വരമുള്ള അഭ്യർത്ഥനയിലൂടെ അൻവറിനെ തൽക്കാലം ഒതുക്കി നിർത്തുന്നു. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അദ്ദേഹം പറയുന്നു, ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം ഈ പറയുന്ന അന്വേഷണങ്ങളിൽ ഒരു നടപടി ഉണ്ടാവാതിരിക്കുകയും അൻവർ സ്വാഭാവികമായി വീണ്ടും പുറത്തു വന്ന് കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളും നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണ്. കാരണം വിജിലൻസ് അന്വേഷണമോ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമോ ഒരു തരത്തിലും ഫലം കാണാത്ത 1 മാസം കൂടി ഇനി കടന്നു പോകും. ഇത് വീണ്ടും പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആയിട്ട് ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അല്ലാതെ
അൻവർ പതുങ്ങിയിരിക്കുകയല്ല, അൻവർ പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാണ്. യെസ്, നിഷാദിന് അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? വലുതെന്തോ വരാനിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ കരുതേണ്ടത്? അതോ അൻവറിൻ്റെ ഒരു രാജിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? കാരണം ഇന്ന് വനം വകുപ്പിനെതിരെ വിമർശിച്ച അൻവർ പറഞ്ഞത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ ഇത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ്. അത് അതിൻ്റെ ഒരു സൂചനയാണോ? അല്ല, അൻവറിൻ്റെ ഒരു സ്വഭാവം വെച്ച് അയാൾ ഒരു പരാജിതൻ എന്ന് രേഖപ്പെടുത്തി അവസാനിപ്പിച്ചു പോകുമെന്ന് വിചാരിക്കാൻ വയ്യ. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ച് അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കര സംഗതിയായിട്ട് കാണുന്ന ഒരാൾ ഈ വിദ്വേഷ യൂട്യൂബർക്കെതിരായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുകയും സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ ഈ യൂട്യൂബറെ സംരക്ഷിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. പിന്നീട് അദ്ദേഹം മറ്റ് പല കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അൻവറിന് അങ്ങനെ തോറ്റുപോകുന്ന ഒരാളല്ല, കുറച്ചൊരു പോരാട്ടത്തിൻ്റെ സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും ഉയർന്നു വന്നേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അൻവർ ഇന്നത്തെ ദിവസം ഇത് അവസാനിപ്പിച്ചു എന്ന് കരുതുക. ഇനിയില്ല. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹം നിശബ്ദനായി എന്നേക്കുമായ നിശബ്ദതയിലേക്ക് പോയാലും അൻവർ CPIM-നെ സംബന്ധിച്ചും CPIM ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചുമുള്ള അൻവറിൻ്റെ ദൗത്യം പൂർത്തിയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അൻവർ ഉന്നയിച്ച പ്രശ്നത്തിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കഴിഞ്ഞ 10-20 ദിവസമായി പാർട്ടി ഒരു അക്ഷരം മിണ്ടാതിരുന്നത് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതും വാലിഡായിട്ടുള്ള കാര്യങ്ങളുമാണെന്നും പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. പാർട്ടി ഇത്രയും കാലം അൻവറിനെ തള്ളിപ്പറയാതിരുന്നത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മുഴുവൻ സഖാക്കളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അൻവർ സംസാരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളതാണ്. അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ട് നാളെ ഒരു നയവിശദീകരണ യോഗമായിട്ട് ഈ പാർട്ടിക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം ഈ ഭരണത്തിന് കീഴിൽ സഖാക്കൾ പോലീസ് സ്റ്റേഷനുകളിൽ അനുഭവിക്കുന്ന ഗുരുതരമായ അപമാനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പോലീസുകാർ സംഘപരിവാറിന് അനുകൂലമായി പണിയെടുക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്നിരിക്കെ അൻവർ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് തെരുവിലിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാർട്ടി നിശബ്ദത പാലിച്ചത്. ആ പ്രശ്നത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത്. ദിവസങ്ങൾ നീണ്ട മൗനത്തിനൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘമായൊരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് അൻവർ ഉന്നയിച്ച പ്രശ്നത്തിന് ഈ പൊതുസമൂഹത്തിനോ സഖാക്കൾക്കോ പാർട്ടിക്കോ കൺവിൻസിംഗ് ആയ ഒരു ഉത്തരവും കൊടുക്കാൻ കഴിഞ്ഞില്ല. പിണറായി വിജയൻ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ മികവ് പ്രകടമാക്കുന്ന ആളാണ്. പക്ഷേ ഇതിൽ തൻ്റെ താൻപോരിമയും തൻ്റെ ഈഗോയും തൻ്റെ അധികാരത്തിൻ്റെ പവറും കാണിക്കലല്ലാതെ ലെഫ്റ്റിനോട് ലെഫ്റ്റ് സൊസൈറ്റിയോട് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒന്ന് ഈ അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊന്നും ശരിയല്ല കേട്ടോ. അൻവർ ഉന്നയിക്കുന്നതിനകത്ത് ഒരുപാട് അതിഭാവുകത്വമുണ്ട്. അൻവർ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരൊറ്റ കുഞ്ഞിനെ വിശ്വസിപ്പിക്കാൻ പിണറായി വിജയന് പറ്റിയിട്ടില്ല. മറിച്ച് എന്താണ്, ആരാണ് അൻവർ ഇതൊക്കെ ഉന്നയിക്കാൻ? അൻവർ ഒരു മലപ്പുറംകാരനായ കോൺഗ്രസ്സുകാരൻ, മലപ്പുറത്തെ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ പ്രതിനിധി എന്ന മറ്റുള്ള അൻവറിനെ ചാപ്പയടിക്കുകയാണ് ചെയ്തത്. ആ ചാപ്പയടി ആരാ വിശ്വസിച്ചത്? ആ പിണറായി വിജയൻ്റെ പ്രയോഗത്തിന് കൈയടിക്കാൻ ഒറ്റ പൂച്ചക്കുഞ്ഞിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരാളെയും കിട്ടിയിട്ടില്ല. കാരണം അത് പിണറായി വിജയൻ്റെ ഈഗോയും ഈ പിണറായി വിജയൻ്റെ ഈഗോ ഹട്ട് ചെയ്തതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അൻവറിനെ ഒരു കുഴപ്പക്കാരനായി ചിത്രീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ സമയം ചെലവിട്ട് വെച്ചാൽ അത് വിജയകരമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇപ്പോഴും പ്രശ്നമായി അവിടെ നിൽക്കുകയും അതിന് മറുപടി നൽകാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കുറിപ്പിൽ അദ്ദേഹം പാർട്ടിക്ക് എന്നിട്ടുള്ള പരാതി പാർട്ടി അന്വേഷിക്കുമെന്ന് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ ആ വാർത്താ സമ്മേളനത്തോടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടച്ചതാണെന്ന് വേണേൽ പാർട്ടിക്ക് പറയായിരുന്നു. പിണറായി പറഞ്ഞു അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഈ ആരോപണങ്ങൾ. പാർട്ടി പറയുന്നു പാർട്ടിക്ക് കിട്ടിയ ഞങ്ങൾ അന്വേഷിക്കുമെന്ന്. എന്ന് വെച്ചാൽ P. ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു, അതിനെതിരായിട്ട് വരുന്ന ആക്ഷേപങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. പാർട്ടി പറയുന്നു അന്വേഷിക്കുന്നു. പാർട്ടി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. പിണറായി വിജയൻ അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിലായിരിക്കുന്നത്. പിണറായി വിജയൻ എന്നും പറയാം. പക്ഷേ പാർട്ടി നിൽക്കുന്നത് സഖാക്കളുടെ കാലുകളിലൂന്നി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ വാചകം പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ADGPയെ സംരക്ഷിക്കുന്നത് എന്നതിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അൻവർ ഇപ്പോഴവസാനിപ്പിച്ചാൽ എല്ലാ കോമ്രേഡ്സും എല്ലാ സാധാരണ മനുഷ്യരും ഇപ്പോഴും ആ സംശയമായിട്ടാണ് നിൽക്കുന്നത്. അത് പരിഹരിക്കാൻ കഴിയാത്ത ഉരുണ്ടുകൂടിയ ഒരു ബോംബായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് അൻവർ ഇപ്പോൾ പിൻവാങ്ങിയാലും അൻവറിൻ്റെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായി എന്ന് ഞാൻ പറയും. കാരണം 1 മാസം കഴിയുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താ സംഭവിക്കാൻ ദിവ്യ ഊഹിക്കുന്നുണ്ടോ? ഈ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്നായിരിക്കും അന്വേഷണ റിപ്പോർട്ട് വരിക, സംശയമില്ല. കാരണം എന്താണ്? കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഉന്നയിച്ച ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാൻ അൻവർ ഉന്നയിക്കുന്നതാണ്. അൻവർ കോൺഗ്രസ്സുകാരനാണ്, അൻവർ എന്താ പറയുന്നത് അതിമോഹിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള പോലീസുകാർ എഴുതി ഉണ്ടാക്കുന്ന റിപ്പോർട്ട് എന്തായിരിക്കും? അൻവർ പറഞ്ഞത് ശരിയാണെന്നൊരു റിപ്പോർട്ടും കൊണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെല്ലാൻ പറ്റുമോ? അന്വേഷണ സംഘത്തോട് മുഖ്യമന്ത്രി പറയാണ്
ഈ കള്ളക്കടത്തുകാരൻ ഉന്നയിച്ച ആരോപണം ഒന്നും ശരിയാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊണ്ടുവരണ്ട. റിപ്പോർട്ട് ഇപ്പോഴേ ഇറക്കി കാണും. നീ ഉന്നയിച്ച ആരോപണം മുഴുവൻ ശരിയാണ്. മാമി തിരോധന കേസിൽ DGPക്ക് പങ്കുള്ളതായി ഒരു വിവരവും കിട്ടിയില്ല. റിദാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ പല ക്രിമിനൽ ആരോപണമുണ്ട്, അതൊക്കെ കേവലമായ ആരോപണങ്ങളാണ്, അതിനൊന്നും വസ്തുതാപരമായിട്ടുള്ള ഏതെങ്കിലും എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേതെന്താണ്? വിജിലൻസ് അന്വേഷണം സാധ്യതയുള്ള ഒന്നാണ്. കാരണം എന്താണ്? അനധികൃത സ്വത്ത് സമ്പാദന അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതന്വേഷിക്കാൻ 6 മാസത്തെ നീണ്ട സമയം കൊടുത്തിരിക്കുകയാണ്. ആ അന്വേഷണം പ്രഖ്യാപിക്കാൻ എടുത്ത ദിവസം 8 ദിവസമാണ്. DGP കൊടുത്ത നിർദ്ദേശം 6 മാസത്തെ സമയം കൊടുത്തിരിക്കുക. എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ സന്ദേശം എന്താണ്? അത് എനിക്കിതൊന്നും വിഷയമല്ല, ഞാൻ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ സത്യത്തിൽ പിണറായി വിജയൻ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു പരിഹാസ്യ രൂപമാണ് സത്യത്തിൽ. സീരിയസ്ലി 2014 KM മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലിരുന്നു കൊണ്ട് KM മാണിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം ആ പദവിയിലിരിക്കരുത് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ. ഇവിടെ ആർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നത്? ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ആരോപണത്തിൻ്റെ പേരിൽ. അങ്ങനെ ഒന്നും ഒരാളെയും മാറ്റുന്ന പ്രശ്നമില്ല കേട്ടോ. 2014 പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നാണമുണ്ടെങ്കിൽ മാണി രാജിവെച്ച് പോകണം, അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു പറഞ്ഞാൽ സ്വന്തം സർക്കാരിന് കീഴിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ADGPയുടെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും മാറ്റുന്ന ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു നിലക്കും അദ്ദേഹത്തിന് അപമാനം തോന്നുന്നില്ല ആ ഇരട്ട നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ. ഈ NK പ്രേമേന്ദ്രൻ BJPയുടെ സദ്യ ഉണ്ണാൻ പോയതിനെക്കുറിച്ച് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPMൻ്റെ പേജിൽ പോയപ്പോഴും കാണാം. നീണ്ട ലേഖനം എളമരം കരിയും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ADGP പോയതിനെക്കുറിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയനോട് ഒരു വാചകം എന്നറിയാമോ? എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെട്ടില്ല അവിടെ. എന്താണ് CPMൻ്റെ PB അംഗം നിലയ്ക്ക് ഒരാൾ RSS നേതാവിനെ കാണാൻ പോയതിലുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. അദ്ദേഹം കാണാൻ പോയത് ഇനിയിപ്പോൾ വേറെ വല്ല ആസൂത്രണത്തിനാണോ? അത് വേറെ കാര്യമാണ്. ആ രാഷ്ട്രീയ നിലപാട് പറയുന്നില്ലല്ലോ ഈ പിണറായി വിജയൻ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഞാൻ ആ കാര്യം വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നിലപാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അൻവർ പോരാട്ടം അവസാനിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. അൻവർ ആ ഇഷ്യൂ എടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞു. ആ ഇഷ്യൂവിനെ പൂർണ്ണാർത്ഥത്തിൽ ഇവിടുത്തെ ലെഫ്റ്റ് സൊസൈറ്റി പിന്തുണയ്ക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൻ്റെ പങ്ക് പറ്റുന്ന കുറേ ആൾക്കാർ, തുലോം തുച്ഛ ആൾക്കാരല്ലാതെ ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ട്വിറ്ററിൽ കാണാൻ പറ്റില്ല, ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റില്ല ഇതിനെ പിന്തുണയ്ക്കുന്നത്. കുറേ പേരുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് എഴുതിയിരുന്നിട്ടുള്ള. അവരെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കണം. ഏത് അവസാനത്തെ കീടാണുമില്ലേ, ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ്. വേറെ ഒരാളെയും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇപ്പോഴും പിണറായി വിജയൻ്റെ ഈ വാർത്താ സമ്മേളനം ദഹിക്കാത്ത മനുഷ്യരാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് അൻവറിൻ്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അൻവർ മുന്നോട്ട് പോകുന്നതിൽ പോട്ടെ, പോകുന്തോറും അൻവറിനെ സംബന്ധിച്ച് റിസ്ക്കാണ്. അപ്പോൾ സമ്മേളനങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ഫാക്ടറായി പ്രവർത്തിക്കാനാണ് അൻവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. സമ്മേളനങ്ങൾക്കകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ സമ്മേളനത്തിലാണ് അതിൻ്റെ ആഭ്യന്തര ഓഡിറ്റ് ഏറ്റവും വലുതായി നടക്കുക. പക്ഷേ സമ്മേളനങ്ങൾക്കകത്തുള്ള സാധ്യതകളെയും പിണറായി വിജയൻ അടക്കുകയാണ്. അതായത് അൻവർ മാത്രമല്ല, അൻവറിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അത് ഈ സമ്മേളനത്തിൽ വെച്ച് എന്നെ പെരുക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വേണ്ട എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിന് പിന്നിൽ ആ പാർട്ടി ഒച്ചാനിച്ച് നിൽക്കും. ആ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ ശേഷിയില്ല ഇപ്പം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ പാനലിന് ബദലായിട്ട് ഒരു സംവിധാനം വരണം എന്നാരും ആലോചിക്കുമോ? ഒരാളും ആലോചിക്കില്ല. എല്ലാത്തിനെയും ഭയപ്പെടുത്തി അടക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഭയപ്പെടുത്തി അടയ്ക്കുക എന്ന് വെച്ചാൽ ഒടുക്കത്തെ അടയ്ക്കലായിരിക്കും എന്നുകൂടി അദ്ദേഹം ഓർക്കണം. കാരണം ഈ ദാർഢ്യം കൊണ്ടൊന്നും ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. ജനങ്ങളാണ് പരമാധികാരികളെന്ന് ഓർക്കണം. ഒരു പാർട്ടിയും അടിസ്ഥാനപരമായി ആശയമുണ്ടല്ലോ, ആശയത്തെക്കാൾ മേലെയല്ല, ഒരാശയവും ജനത്തെക്കാളും മേലെയല്ല എന്ന കാര്യം ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ഈ പറയുന്ന ഈ ഞങ്ങളൊരു പാർട്ടി, ഞങ്ങളൊരു സംവിധാനം, അതിൻ്റെ ഒരു നായകൻ എന്നൊന്നും പറഞ്ഞ് ദീർഘകാലം പോയ ഒരു നേതാവും ഒരു പാർട്ടിയും ചരിത്രത്തിലില്ല എന്നത് ഓർക്കണം. അല്ലാതെ ഇത് ഞങ്ങളിങ്ങനെ അതിജീവിച്ചവരാണ്. ആരതിജീവിച്ചത്? അതിജീവിച്ചവരില്ല. ജനങ്ങളാൽ വെറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിജീവനം പ്രയാസമായിരിക്കുമെന്ന് ഓർക്കട്ടെ, ഓർത്താൽ നല്ലത്. അല്ലാതെ അൻവറിനെ തോൽപ്പിച്ചു എന്ന് വെച്ചാൽ തോൽക്കുന്നത് അൻവറായിരിക്കില്ല എന്നാണ് പിണറായി വിജയൻ ആദ്യം ഓർക്കേണ്ട കാര്യം. യെസ്, അതാണ് താൻ തുടക്കമിട്ടിരിക്കുന്നത് ഒരു വലിയ വിപ്ലവത്തിനാണ്. ആ വിപ്ലവത്തിന്റെ അവസാനം വരെ താൻ ഉണ്ടാകും എന്നാണ് PV അൻവർ പറഞ്ഞത്. അതിന്റെ അവസാനം എപ്പോഴായിരിക്കും എന്നത് അറിയേണ്ടതാണ്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ ഒരു പക്ഷേ അൻവർ കാത്തിരിക്കുമായിരിക്കും. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കലും ADGPക്കെതിരെയാകുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനുമാകില്ല.